ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈലാഷ് പാർവതിയുടെ അമ്മയെയും ചേച്ചിയെയും പറഞ്ഞു വിടാൻ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് പാർവതിയോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി പാർവതിയെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് കൈലാഷ് തുറന്നു പറയാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് വരുന്നത്. പ്രിയൻ അമ്മ കൊടുത്തു വിട്ട പലഹാരവുമായിട്ടാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇത് അമ്മ തന്നു വിട്ടതാണ് എന്ന് പറഞ്ഞ് പാർവതിയുടെ അമ്മയുടെ അടുത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ദേവകി ചോദിക്കുകയാണ്, എന്തിനാണ് മോനെ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ സംസാരിക്കുമ്പോഴാണ് നീതുവും അമ്പാടിയും പ്രിയനെ അടുത്തേക്ക് വിളിക്കുന്നത്. പ്രിയൻ ചേട്ടാ, ഒന്ന് ഇവിടേക്ക് വാ, എന്താണ് ആവ കുട്ടിപ്പട്ടാളം എന്ന് പ്രിയൻ ചോദിക്കുമ്പോൾ, അല്ല ഞങ്ങൾക്ക് പ്രിയൻ ചേട്ടന് ഒരുപാട് ഇഷ്ടമായി, ഇനിയും ഞങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് പ്രിയൻ ചേട്ടൻ്റെ വക ഞങ്ങൾക്ക് നല്ല ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറയണം. അപ്പോൾ പ്രിയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ കുട്ടിപ്പട്ടാളത്തിനെ പിണക്കാൻ പറ്റില്ല, പിണക്കിയാലേ ഇവർ എനിക്കിട്ട് പാര പണിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ ബസ്സിലേക്ക് കയറി അവർ പോവുകയാണ്. കൈലാഷും പ്രിയനും അവരെ യാത്രയാക്കി വിടുകയാണ്. അപ്പോൾ ദേവകി ലക്ഷ്മിയോട് പറയാണ്, നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണ് കൈലാഷ്, പണക്കാരൻ പയ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഓണറാണെന്നുള്ള ഒരു അഹങ്കാരമോ ഒന്നുമില്ല, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയാണ്, അതിന് പ്രിയനും മോശമൊന്നുമില്ല അമ്മേ, പ്രിയൻ്റെ കയ്യിൽ പണമില്ലെങ്കിലും അവൻ ഉള്ളതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും മനസ്സുള്ള നല്ലൊരു പയ്യൻ തന്നെയാണ് പ്രിയനും. രണ്ട് പയ്യന്മാരും നല്ലവർ തന്നെയാണ്. കൈലാഷ് ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല, പ്രിയനാണെങ്കിലും നല്ല സ്വഭാവമാണ്. രണ്ട് പയ്യന്മാർക്കും കിട്ടുന്ന പെൺകുട്ടികളുടെ ഭാഗ്യമാണ്. ഇങ്ങനെ നല്ല സ്വഭാവമുള്ള പയ്യന്മാരൊക്കെ കാണാൻ തന്നെ ഇപ്പോൾ പാടാണ്. നല്ല സ്വഭാവമാണ്, ഒരു ദുശീലവും അവർക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചിട്ട് അവർ തിരിച്ചു പോവുകയാണ്. ഈ സമയം മുക്തയും ഋതികയും ഡയാനയൊക്കെ നല്ല ഉറക്കത്തിലാണ്. ആ സമയത്താണ് അവരുടെ ഡോറിൽ വന്ന് ആരോ തട്ടുന്നത്. അപ്പോൾ ഡയാന ഋതികയോട് പറയണ, അല്ല ആരോ കതകിൽ തട്ടുന്നുണ്ട്, നീ ഒന്ന് തുറന്നു നോക്ക് എന്ന് പറയുമ്പോൾ, എനിക്കൊന്നും വയ്യ, ഞാൻ ഇപ്പോൾ ഉണ്ട്, ഉറങ്ങിയിട്ടേ ഉള്ളൂ, നീ പോയി തുറന്നു കൊടുക്ക് ഡയാന എന്ന് പറയാം. അങ്ങനെ ഡയാന തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഡയാന പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോവാണ്. കതക് തുറന്നു നോക്കുമ്പോൾ അത് പോലീസിനെയാണ് കാണുന്നത്. പോലീസിനെ കണ്ടതോടുകൂടി ഡയാന അങ്ങ് പേടിച്ചു പോവാണ്. അപ്പോൾ എന്താ മേഡം എന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ, ആരാണ് ഇതിൽ മുക്ത എന്ന് ചോദിക്കണം. മുക്തത ഇവിടെയുണ്ട്, മുക്തയെ ഒന്ന് വിളിക്കണം. അല്ല മുക്ത ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്ന് പറഞ്ഞാലാണോ നീ മുക്തയെ വിളിക്കൂ എന്ന് പറയട്ടോ. അങ്ങനെ പോലീസ് തന്നെ മുക്തയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ മുക്ത നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ മുക്തയെ തട്ടി ഉണർത്തുകയാണ്. അപ്പോൾ പോലീസിനെ കണ്ടതോടുകൂടി മുക്ത അങ്ങ് പേടിച്ചു പോവാട്ടോ. അപ്പോൾ എന്താ മേഡം എന്ന് ചോദിക്കുകയാണ് പോലീസിനോട് മുക്ത. നിന്നെ ഞങ്ങളിപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാനാണ് വന്നിട്ടുള്ളത്. എന്തിന്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നീയും ആ നന്ദനും കൂടി ചേർന്നല്ലേ ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കിയത്, പാർവതിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി നീയാണ് ശ്രമിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നന്ദൻ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മുക്തയെ പോലീസ് പിടിച്ചുകൊണ്ട് പോവാട്ടോ. അതോടുകൂടി മുക്ത അങ്ങ് കരഞ്ഞുകൊണ്ട് പറയണം, അയ്യോ മാഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത കരഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നെ കൊണ്ടുപോവല്ലേ എന്നൊക്കെ പറയിച്ച് ബഹളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബഹളത്തിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ മുക്ത അങ്ങോട്ട് എണീറ്റിരിക്കുകയാണ്, ഉറക്കത്തിൽ നിന്നും അങ്ങ് എണീറ്റിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഡയാന അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മുക്തയെ തട്ടി വിളിക്കുകയാണ്, ഇതെന്താ പറ്റിയത് മുക്ത, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഉറക്കത്തിൽ സ്വപ്നം കണ്ടോ എന്നൊക്കെ ചോദിക്കാണ്ടോ, തട്ടി വിളിക്കുകയാണ്. അപ്പം മുക്ത പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഡയാനയെ കാണുമ്പോൾ മുക്ത, അപ്പോൾ ഞാനിത് സ്വപ്നം കണ്ടതാണോ? അപ്പോൾ ഡയാന ചോദിക്കുകയാണ്, എന്താ മുക്ത, എന്താ നിനക്ക് പറ്റിയത്, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ആ ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ടു, എന്നെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്, നന്ദനെ പറഞ്ഞു വിട്ടത് ഞാനാണ് നല്ലത്, പോലീസിന് മനസ്സിലായി പാർവതിയെ തകർക്കാൻ വേണ്ടി നന്ദനെ ഞാൻ കരിവാക്കിയത്, അങ്ങനെ എല്ലാ സത്യവും നന്ദൻ പോലീസിനോട് പറഞ്ഞ ആ ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഋതിക ഓടി വരുന്നത്. എന്നിട്ട് മുക്ത മുക്ത എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ, എന്തിനാണ് നീ ഇങ്ങനെ അലറി വിളിക്കുന്നത് എന്ന് ഡയാന ചോദിക്കുമ്പോൾ, താഴെ പോലീസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി മുക്ത അങ്ങ് ഞെട്ടിപ്പോണം. പോലീസോ? അതെ, നീ വെറുതെ പറയുന്നതാണോ? അല്ല ഞാൻ വെറുതെ പറയില്ല, സത്യമായിട്ടും നീ ഒന്ന് വന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് മുക്തയും ഡയാനയും ഋതികയും താഴേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാട്ടോ. അപ്പോൾ പോലീസിനെ കണ്ടപ്പോൾ ആകെ പേടിച്ചു പോവാണ്. അപ്പോൾ ഹോസ്റ്റലിലെ പെൺകുട്ടികളോട് പോലീസ് ചോദിച്ചറിയുകയാണ്, എവിടെ ഇവിടുത്തെ വാർഡൻ മേഡം എവിടെ, പാർവതി എവിടെ, ആരാണ് ഇതിൽ പാർവതി എന്നൊക്കെ ചോദിച്ചറിയട്ടോ. അപ്പോൾ മുക്ത ആകെ ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്നെ ചോദിച്ചുകൊണ്ടാവോ, ഇനിയിപ്പോൾ പോലീസുകാർ വന്നിട്ടുണ്ടാവോ എന്നുള്ള ഭാവത്തിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഹോസ്റ്റലിലെ ഒരു പെൺകുട്ടി
പാർവതിയുടെയും ജെന്നിഫറിൻ്റെയും ആയിഷയുടെയും മീരയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പോലീസ് വന്നിട്ടുണ്ട്. ഇതിൽ പാർവതിയാണ് ചോദിക്കുന്നത്. പാർവതിയോട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടി പാർവതിയും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്തിനാണാവോ ഇനിയിപ്പോൾ പാർവതിയെ പോലീസ് അന്വേഷിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ പാർവതിയും ജെന്നിഫറും ആയിഷയും മീരയും കൂടി ഭൂമിക മാഡത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണ പോലീസ് വന്നിട്ടുണ്ട്, പാർവതിയെ ചോദ്യം ചെയ്യാനാണത്രേ. മാഡം ഒന്ന് ചോദിച്ചു നോക്ക് എന്താണ് എന്ന്. പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ ഭൂമിക മാഡം പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണ് മാഡം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പാർവതിയെ കസ്റ്റഡിയിലെടുക്കാനാണ് വന്നത്. പാർവതിയോട് നന്ദൻ്റെ കേസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭൂമിക മാഡം ചോദിക്കുക അതിന് വാറണ്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാറണ്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഭൂമിക മാഡം എന്നാൽ നിങ്ങൾ പാർവതിയെ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അയ്യോ മാഡം എന്താ ഇങ്ങനെ പറയുന്നത്? മാഡം എന്താ പാർവതിയെ എന്തിനാണ് അവർ ചോദ്യം ചെയ്യുന്നത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പാർവതി എന്ത് തെറ്റാണ് ചെയ്തത്? മാഡം എന്താ പാർവതിയെ കൊണ്ടുപോകാൻ പറയുന്നത് എന്നൊക്കെ മീര ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ ബഹളം വെക്കല്ലേ, അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ, പാർവതി നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയണം. അങ്ങനെ പാർവതിയുമായിട്ട് പോലീസ് പോവുകയാണ്. അപ്പോൾ മീരയോട് പറയണേ നീ എത്രയും പെട്ടെന്ന് കൈലാഷിനെ ഒന്ന് ഫോൺ വിളിച്ച് താ എന്ന് പറയട്ടോ. അങ്ങനെ കൈലാഷിൻ്റെ ഫോണിലേക്ക് ജെന്നിഫർ വിളിക്കുകയാണ്. അപ്പോൾ ഇതെന്താ ജെന്നിഫർ എൻ്റെ കോളിലേക്ക് വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കൈലാഷ് ഫോൺ എടുക്കുകയാണ്. എന്താണ് ജെന്നിഫർ എന്ന് ചോദിക്കുമ്പോൾ പാർവതിയെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ കൈലാഷ് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്തിന് അറിയില്ല, സാറൊന്ന് പോയി അന്വേഷിക്കണം എന്ന് പറയട്ടോ. അങ്ങനെ കൈലാഷ് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സമയം ഐഷ നേരെ വിളിക്കുന്നത് പ്രിയനെയാണ്. പ്രിയൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പ്രിയനോടും കാര്യം പറയാണ്. പാർവതിയെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി, നന്ദൻ്റെ കേസിൽ എന്തോ ചോദ്യം ചെയ്യാനാണത്രേ എന്ന് പറയുമ്പോൾ പ്രിയൻ പറയണേ ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞ് പ്രിയനും മോഹനും കൂടി സ്റ്റേഷനിലേക്ക് ചെല്ലാണ്. അപ്പോൾ ഭൂമിക മേഡയെയും ജെന്നിഫറിനെയും ഐഷയെയും കൂട്ടി ഭൂമിക മേഡവും സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ മുക്ത പേടിച്ച് വെപ്രാളം പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഡയാന ചോദിക്കുകയാണ് ഇനി നീ എന്തിനാണ് പേടിക്കുന്നത്? ഇതിപ്പോൾ പാർവതിയെ ചോദിച്ചിട്ടല്ലേ വന്നിട്ടുള്ളത്, നിന്നെ ഒന്നുമല്ലല്ലോ, നീ എന്തിനാ പേടിക്കുന്നത്? നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നന്ദൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. അവനെങ്ങാനും എല്ലാ സത്യവും തുറന്നു പറഞ്ഞാൽ ഞാനാണ് പാർവതിയെ തീർക്കാൻ വേണ്ടി, പാർവതിയെ തകർക്കാൻ വേണ്ടി, അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ഞാനാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താവും? അത് ഓർത്തിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്തായാലും ഞാനും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവട്ടെ, എന്നിട്ട് എങ്ങനെയെങ്കിലും നന്ദനെ കണ്ട് സംസാരിക്കണം. എൻ്റെ പേര് ഒരു കാരണവശാലും നന്ദ നീ പറയരുത് എന്ന് എനിക്ക് അവനോട് പറയണം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോവാൻ കേട്ടോ. ഈ സമയം ദേവകിയും ലക്ഷ്മിയും കൂടി സംസാരിക്കുകയാണ്. ദേവകി പറയണ മോള് വല്ലാതെ കരയല്ലേ, പാർവതി നമ്മൾ വരുന്ന സമയത്ത് നല്ല സങ്കടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, നീ ഒന്ന് അവളുടെ ഫോണിലേക്ക് വിളിക്കുക എന്ന് പറയണം. അങ്ങനെ ലക്ഷ്മി ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴൊന്നും പാർവതിക്ക് കോള് പോകുന്നില്ല. ഇല്ല അമ്മേ, പാർവതിയുടെ കോള് പോകുന്നില്ല, എന്നാൽ നീ ഒന്നുകൂടി വിളിച്ചു നോക്ക് എന്ന് ദേവകി പറയുമ്പോൾ വീണ്ടും ലക്ഷ്മി പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ ദേവകി പറയണേ എന്നാൽ പാർവതിയുടെ കൂട്ടുകാരുടെ ഫോണിലേക്ക് വിളിക്കുക, അപ്പോൾ അവരോട് സംസാരിക്കാമല്ലോ. അപ്പോൾ ലക്ഷ്മി പറയണം അത് വേണ്ട അമ്മേ, ഇന്നലെ രാത്രിയിൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്, അവരൊക്കെ ഇപ്പോൾ നല്ല ഉറക്കത്തിലാവും, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പാർവതിയെ വിളിക്കാം ദേവകിയോട് ലക്ഷ്മി പറയാണ്. ഈ സമയം പാർവതിയാണെങ്കിലോ പോലീസ് ജീപ്പിൽ പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മാഡം, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പാർവതി ചോദിക്കുമ്പോൾ അതിലെ വനിതാ പോലീസ് പറയണേ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, നീ ഒരു ഫ്രോഡായ നന്ദനുമായിട്ട് ഒരു ഫോണും കിട്ടിയതോടുകൂടി നീ അവനുമായിട്ട് ഇടപഴകിയില്ലേ, അത് തന്നെയാണ് നീ ചെയ്ത തെറ്റ്. എങ്ങനെയുള്ളവരാണെന്നുള്ളത് അറിയുക പോലും ചെയ്യാതെ നീയൊക്കെ എന്തിനാണ് അവനെയൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത്? നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം വിശ്വാസത്തോടെയാവും നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കുന്നത്, എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ഫോൺ അങ്ങ് കിട്ടിയാൽ എന്തുമാവാമെന്നാണ് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും വിചാരം. നിങ്ങളൊന്ന് ഓർത്തണം, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് നിങ്ങൾ ഓർക്കാത്തത് കൊണ്ടാണ്. എങ്ങനെ ഓർക്കാനാ, വളർത്തുദോഷം എന്നൊക്കെ പറഞ്ഞ് പാർവതിയെ വനിതാ പോലീസ് വല്ലാതെ കുറ്റപ്പെടുത്തട്ടോ. അങ്ങനെ പാർവതി പൊട്ടിക്കരയുകയാണ്. അവർ സ്റ്റേഷനിലെത്താണ്. എന്നിട്ട് പാർവതിയെയും കൂട്ടി SIയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ SI ചോദിക്കുകയാണ് എന്താണാവോ നിൻ്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് പാർവതി എന്ന് പേടിയോട് കൂടിയിട്ടാണ് പാർവതി പറയുന്നത്. അപ്പോഴേക്കും വനിതാ പോലീസ് അപ്പുറത്തെ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ
അപ്പോഴത്തേക്കും പ്രിയനും കൈലാഷും ഭൂമിക മേഡവും ജെനിഫറും ഐഷയും മീരയും മുക്തയും മോഹനനും എല്ലാവരും സ്റ്റേഷനിലെത്താണ്. എന്നിട്ട് അവിടുത്തെ കോൺസ്റ്റബിളോട് ചോദിച്ചറിയുകയാണ്, പാർവതി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഇവിടേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരുന്നു എന്ന് പറയുമ്പോൾ അവരാരും പറയാണ്, ഇവിടേക്ക് എത്തിയിട്ടില്ലല്ലോ, ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഒരു പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയില്ല എന്നോ എന്ന് പറഞ്ഞ് ഭൂമിക മേഡം ദേഷ്യപ്പെടാൻ കേട്ടോ. കൈലാഷും പ്രിയനൊക്കെ ദേഷ്യപ്പെടാണ്. അപ്പോഴാണ് അവിടേക്ക് വനിതാ പോലീസ് വരുന്നത്. എന്താണാവോ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളല്ലേ എൻ്റെ ഹോസ്റ്റലിൽ നിന്നും പാർവതിയെ പിടിച്ചുകൊണ്ട് വന്നത്, എന്നിട്ടിപ്പോൾ പാർവതിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് പാർവതിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ വനിതാ പോലീസ് പറയണേ, നിങ്ങൾക്ക് അങ്ങനെ പാർവതിയെ കാണാനൊന്നും പറ്റില്ല. പാർവതിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി SI സാറിൻ്റെ അടുത്താണുള്ളത്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളെല്ലാവരും ഇവിടെ നിന്നും പോവണം എന്ന് പറയട്ടെ. അപ്പോൾ ഭൂമിക മാഡം പറയണേ, നിങ്ങൾ ഹോസ്റ്റലിൽ വന്നപ്പോൾ നല്ല മാന്യമായിട്ടാണല്ലോ പെരുമാറിയത്, ഇവിടെ വന്നപ്പോൾ എന്താ നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നതും പെരുമാറുന്നതും എന്ന് ചോദിക്കുമ്പോൾ, എന്താ എൻ്റെ സ്റ്റേഷനിൽ വന്ന് എന്നെ ഇപ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭൂമിക മേഡത്തിന് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ ഭൂമിക മേഡം പറയണേ, ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാനൊരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ്, എനിക്കറിയാം നിങ്ങളെ കൊണ്ട് എവിടെയാണ് പാർവതി ഉള്ളത് എന്ന് പറയിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഭൂമിക മേഡം ഫോൺ വിളിക്കാൻ ഒരുങ്ങാട്ട്. അപ്പോഴത്തേക്കും വനിതാ പോലീസിനങ്ങ് പേടിയാവുകയാണ്. അയ്യോ മേഡം സോറി, നിങ്ങൾ വെറുതെ ഫോണൊന്നും ചെയ്യാൻ നിൽക്കണ്ട, പാർവതിയെ ഇപ്പോൾ മോർച്ചറിയുടെ ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്, അവിടെയാണ് SI സാറ് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്തിനാണ് പാർവതിയെ മോർച്ചറിയുടെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ള സംശയത്തിൽ. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.